പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്ന് പറയാറില്ലേ, അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ താത്വിക അവലോകനം ഒന്നുമില്ലാതെ സിമ്പിളായി പറഞ്ഞു വെക്കുന്നു. അല്ലാതെ ഞാനൊരു ബുദ്ധിജീവി ഹിസ്റ്റോറിയൻ ഒന്നുമല്ല. ചരിത്രം പഠിച്ചിട്ട് പരീക്ഷിതാനൊന്നുമല്ലല്ലോ. നമുക്ക് ചുറ്റും നടക്കുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ എന്ന് പരിശോധിക്കണം. കൂടാതെ നിങ്ങൾ കേൾക്കുന്നതെല്ലാം അപ്പടി വിഴുങ്ങരുത് എന്ന ബോധം. ചരിത്രം വിജയിച്ചവരുടെ കണ്ണിലൂടെ മാത്രമാണ് നമ്മൾ കാണുന്നത്. രണ്ടു വശമുണ്ടാകും, രണ്ടും കേൾക്കണം, എന്നിട്ട് വിലയിരുത്തണം. ഡേറ്റ അനാലിസിസ് IT-യിൽ മാത്രം ഒതുങ്ങിപ്പോരുത്. മലയാളികൾ സാക്ഷരത കൈവരിച്ചവരാണ്. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ ലിറ്ററസിയാണ്. എന്ന് വെച്ചാൽ വായിക്കാൻ മാത്രമല്ല, വായിച്ചത് മനസ്സിലാക്കാനും വിലയിരുത്താനും മറ്റുള്ളവരോട് ഡേറ്റ ഉപയോഗിച്ച് സംവദിക്കാനും കഴിയണം. അതുവഴി കാര്യബോധമുള്ള തീരുമാനമെടുക്കാനും കൃത്യമായി ചോദ്യം ചോദിക്കാനും മറ്റുള്ളവരുടെ സഹായമില്ലാതെ അത് തട്ടിപ്പാണോ അല്ലേ എന്ന് രണ്ടായി തിരിക്കാനെങ്കിലും കഴിയണം. ഇന്ന് വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലാണ്, അതുപോലെ അറിവുകളും. സംശയം വന്നാൽ എങ്ങനെ ചോദിക്കും എന്ന് മാത്രമാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ. ഏറ്റവും കൂടുതൽ ഫോൺ കൺസ്യൂം ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തോന്നാതിരുന്നതും ഇതാണ് കാരണം. ഏതൊരറിവും ചെറുതല്ല. അറിയാനായി ഇറങ്ങിത്തിരിച്ചാലേ മറ്റുള്ളത് കൂടി കിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കരുതിയാൽ നമുക്ക് ചുറ്റും മറ്റൊരു ലോകമുണ്ടെന്ന് അറിയാതെ പോകും. ബ്രിട്ടീഷുകാർ കോളനികൾ ഉണ്ടാക്കിയത് നന്മയുള്ള മനുഷ്യരിലേക്ക് വിഷം കുത്തിവെച്ച് പരസ്പരം തമ്മിൽ തല്ലിച്ചാണ്. അതെങ്ങനെയായിരുന്നു എന്ന് പഠിച്ചില്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത 100%. ഏകദേശം 100ഓളം കോളനികളുള്ള ബ്രിട്ടന്റെ വലിപ്പം കണ്ടാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. വലിപ്പമല്ല, സ്ട്രാറ്റജിയാണ് പ്രധാനം. ഇപ്പോൾ പകലിനെ പോലും രാത്രിയാണെന്ന് വിശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമാണ്.